മുഖമാണ്, മുഖശ്രീയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ ദേശീയ ക്രിക്കറ്റിൽ അതിൻ്റെ ഭരണപരമായ കാര്യങ്ങളിൽ ആദ്യമായിട്ടൊരു മലയാളി ഇത്രയധികം സ്വാധീനം ചെലുത്തിയ ഒരു ചരിത്രവും കൂടെ സാറിൻ്റെ സ്വന്തമായിട്ടുണ്ട്. നമുക്ക് ഇന്ന് സാറിനോട് ചോദിക്കാൻ ക്രിക്കറ്റിൽ നിന്ന് വ്യത്യസ്തമായ കുറേ ചോദ്യങ്ങളാണ് സാറിൽ നിന്ന് അറിയാനുള്ളത്. കാരണം ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് സാറ് ഈ ക്രിക്കറ്റ് ലോകത്തിൽ ഉന്നതങ്ങളിൽ ഓരോ പടവുകൾ ചവിട്ടുമ്പോഴും സാറിനൊപ്പം സാറിൻ്റെ മഹത്തായ പാരമ്പര്യമുള്ള ഈ തലസ്ഥാനത്തുള്ള ഒരു കുടുംബവും ആ കുടുംബത്തിൽ സാറിൻ്റെ കൂടെ നിത്യ സഹചാരിയായ സഹധർമ്മിണി ഉണ്ടായിരുന്നതാണ്. ബിഹൈൻഡ് എവറി ഗ്രേറ്റ് മാൻ ദർ ഇസ് എ ഗ്രേറ്റ് വുമൺ. സാറിനെ സംബന്ധിച്ച് ആരായിരുന്നു ആ ഗ്രേറ്റ് വുമൺ എന്നറിയാൻ ഞങ്ങൾക്ക് വളരെ താല്പര്യമുണ്ട്. എന്നെ സംബന്ധിച്ചോളം പറയുകയാണെങ്കിൽ എൻ്റെ വിജയങ്ങൾക്ക് മാത്രമല്ല എൻ്റെ ജീവിതത്തിൻ്റെ തന്നെ പ്രധാനപ്പെട്ട എല്ലാ കാര്യങ്ങളും എന്നോടൊപ്പം എന്നും എൻ്റെ സന്തത സഹചാരിയായി ഇപ്പോഴും കഴിയുന്ന എൻ്റെ ഭാര്യ തന്നെയാണ് ശ്രീമതി ലളിത കെ നായരാണ്. എൻ്റെ എല്ലാവിധ ഈ എൻ്റെ പ്രവർത്തനങ്ങൾക്കും എനിക്കുള്ള ഒരു സ്ത്രീ എന്നുള്ള നിലയിൽ എൻ്റെ കുടുംബത്തിലെ ഏറ്റവും വലിയ ഒരു പ്രചോദനം ഒരു സ്ത്രീ എന്നുള്ള നിലയിൽ പറയുകയാണെങ്കിൽ അത് എൻ്റെ ഭാര്യ തന്നെയാണ്. പക്ഷേ അത് ഇപ്പോൾ ക്രിക്കറ്റിൽ ആണ് മറ്റ് സാമൂഹ്യമായിട്ടുള്ള പല മേഖലകളിലും പ്രത്യേകിച്ചും കായികപരമായിട്ടുള്ള ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ എനിക്ക് പ്രവർത്തിക്കുവാനും സംഘടനാപരമായിട്ടുള്ള കാര്യങ്ങൾ പ്രവർത്തിക്കാനും അത് വളരെ വളരെ പ്രതിസന്ധികളും അതുപോലെ തന്നെ പല പ്രതിബന്ധങ്ങളുമൊക്കെ എനിക്ക് തരണം ചെയ്യുവാനായിട്ടുണ്ടായിരുന്നു. അത്തരം സന്ദർഭങ്ങളിലൊക്കെ എപ്പോഴും ആശ്വാസവാക്കായിട്ടും അല്ലെങ്കിൽ പ്രചോദനമായിട്ടും അല്ലെങ്കിൽ എപ്പോഴും എനിക്ക് സോഴ്സ് ഓഫ് സ്ട്രെങ്ത് എന്നുള്ള രീതിയിൽ പ്രവർത്തിച്ചത് എൻ്റെ സഹധർമ്മിണി എന്നെ ആയിരുന്നു എന്ന് പറയുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. പിന്നെ ചെറുപ്പകാലങ്ങളിൽ ബാല്യത്തിൽ കൂടിയാണല്ലോ നമ്മളെ കൗമാരവും യൗവനമൊക്കെ എത്തുന്നത്. അന്ന് ബാല്യകാലങ്ങളിൽ ഈ പിൽക്കാലങ്ങളിൽ എനിക്കുണ്ടായ നേട്ടങ്ങൾക്കെല്ലാം തന്നെ ഒരു വിത്തുപാകിയത്, അതായത് ഈ ഇത്തരം എന്നിലുള്ള എന്തെങ്കിലും ഒരു സർഗവാസനയെ അതിനെ പരിപോഷിപ്പിക്കുന്നതിനും ഒക്കെ ശ്രമിക്കാൻ കഴിഞ്ഞ വരുന്ന അതിനു മുമ്പ് ഒരു തുടക്കമിട്ടത് ബാല്യകാലമാണ്. ആ ബാല്യകാലങ്ങളിൽ തീർച്ചയായിട്ടും മിക്കവരെയും പോലെ എന്നെപ്പോലുള്ള മിക്ക ആളുകളെയും പോലെ അപ്പോൾ ഞങ്ങളെപ്പോലുള്ളവർക്ക് ഏറ്റവും കൂടുതൽ സഹായവും അതുപോലെ ഒരു അത്താണി എന്നുള്ള നിലയിൽ കുടുംബത്തിൽ പ്രവർത്തിക്കുന്നത് മാതാവാണ് എന്നുള്ളൊരു സംശയമില്ല. എന്നെ സംബന്ധിച്ചോളം ഞാനും അതിൽ വ്യത്യസ്തനല്ല. എൻ്റെ മാതാവ് തന്നെ ആയിരുന്നു എന്നെ വളരെയധികം എൻ്റെ ബാല്യകാലത്തിൽ എനിക്ക് വേണ്ട എല്ലാ പ്രചോദനം. അത് ക്രിക്കറ്റ് മാത്രമല്ല, പഠനകാര്യങ്ങൾ പിതാവും അത് തുല്യമായ പങ്ക് നിർവഹിച്ചിട്ടുണ്ടെങ്കിലും മാതാവിൽ നിന്നാണ് എനിക്ക് ഏറ്റവും കൂടുതൽ പ്രോത്സാഹനവും ഏതാണ്ട് ഒരു പക്ഷേ ഒരു പെറ്റെന്നുള്ള നിലയിൽ തന്നെ അത് ബാല്യകാലങ്ങളിൽ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതും പിൽക്കാലങ്ങളിൽ എനിക്ക് അത് വളരെയധികം ഒരു പ്രചോദനമായിട്ടുണ്ട്. പിന്നെ ഈ അതിനുശേഷം ഉണ്ടായിട്ടുള്ള എൻ്റെ പ്രവർത്തനങ്ങൾ പ്രത്യേകിച്ചും സംസ്ഥാന തലത്തിലും അതിന് ഒരു കളിക്കാരൻ എന്നുള്ള നിലയിലാണ് ഞാൻ ക്രിക്കറ്റ് രംഗത്ത് കടന്നു വരുന്നത്. ആദ്യം ഒരു സംഘാടകനായിട്ടല്ല. ഞങ്ങളുടെ സ്റ്റേറ്റിലും യൂണിവേഴ്സിറ്റിയിലും ഒക്കെ ഞാൻ ക്യാപ്റ്റനായിട്ടൊക്കെ ഇരുന്നിട്ടുണ്ട്. ഞാനൊരു ഓൾറൗണ്ടറായിരുന്നു. അതിൽ പ്രധാനമായിട്ടും ഞാൻ അന്ന് കേരളത്തിൽ ക്രിക്കറ്റ് ഇത്രയും വ്യാപകമല്ല. ഇന്നിപ്പോൾ ദേശീയ ക്രിക്കറ്റ് തന്നെ കേരളം ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിക്കുന്നുണ്ട്. കാരണം നമ്മുടെ കേരളത്തിലെ ഒരു കളിക്കാരൻ ഇപ്പോൾ ഇന്ത്യൻ ടീമിൻ്റെ ഒരു അവിഭാജ്യ ഘടകമായിട്ട് മാറിയിരിക്കുകയാണ്. തീർച്ചയായിട്ടും സാറിൻ്റെ ഒരു വലിയ കോൺട്രിബ്യൂഷൻ ആണെന്നാണ് ഞങ്ങളൊക്കെ മനസ്സിലാക്കുന്നത്. അല്ല, അങ്ങനെയല്ല. എന്നോടൊപ്പം ഞാനും ഇതൊരു വ്യക്തിഗതമായ നേട്ടമായിട്ട് കാണുന്നില്ല. പക്ഷേ കളിക്കാരനെ സംബന്ധിച്ചോളം ഇതൊരു വ്യക്തിഗതമായ നേട്ടമാണ്. കാരണം ഞാൻ ഇന്നും വിശ്വസിക്കുന്നത് ഒരു സംഘടനാ പ്രവർത്തകനാണ്. ആ സംഘടനാ പ്രവർത്തകൻ്റെ നേട്ടം അത് വലിയ നേട്ടമാണെങ്കിൽ പോലും ആ നേട്ടത്തിന് തീർച്ചയായിട്ടും അർഹരായിട്ടുള്ള ഒരാൾ മാത്രമല്ല, അതേസമയം അദ്ദേഹത്തോടും പ്രവർത്തിച്ച ടീം മുഴുക്കെ ആ ടീമിൽ അദ്ദേഹത്തോട് പ്രവർത്തിച്ച സംഘടനാപരത്തിൽ അദ്ദേഹത്തിൻ്റെ കൂടെ ചുമതലകൾ നിറവേറ്റിയിട്ടുള്ള സഹപ്രവർത്തകർ, അതുപോലെ അദ്ദേഹത്തിന് ആർക്കാണ് നേട്ടമുണ്ടായ അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ള പ്രോത്സാഹനങ്ങൾ സുഹൃത്തുക്കളുടെ, അങ്ങനെ അതുപോലെ പല പല ഹസ്തങ്ങളിൽ നിന്നുള്ള സഹായം സ്വീകരിച്ചുകൊണ്ടാണ് ഒരു സംഘടനാ പ്രവർത്തകൻ ഏറ്റവും മുകളിലെത്തുകയും അപ്പോൾ ആ നേട്ടങ്ങൾക്ക് പുറകെ
തീർച്ചയായിട്ടും ആരൊക്കെ എന്തു പറഞ്ഞാലും ഒരു കാര്യം വളരെ വ്യക്തമാണ്, അതിന് പുറകെ തീർച്ചയായിട്ടും കുറച്ചുപേരെങ്കിലും ഒരു ആത്മാർത്ഥമായ സഹായവും സപ്പോർട്ടും കൊടുത്തു കാണും. മറിച്ച് ഒരു കളിക്കാരനെ സംബന്ധിച്ചോളം പറയുകയാണെങ്കിൽ ആ കളിക്കാരനെ തീർച്ചയായിട്ടും സഹായിക്കുന്ന പ്രവർത്തകരും ഒക്കെ ഉണ്ടെങ്കിൽ പോലും ആ സംഘടനാ പ്രവർത്തനത്തിൽ കിട്ടിയ സഹായത്തോടു കൂടി കളിക്കാരൻ കളിക്കളത്തിൽ അയാളുടെ സ്വന്തം കഴിവുകൊണ്ട് നേടുന്ന നേട്ടം എന്നുകൂടി വേണം അതിനെ വിശേഷിപ്പിക്കാൻ. അങ്ങനെ വരുമ്പോൾ ഒരു സംഘടനാ പ്രവർത്തനം കിട്ടുന്ന ആ ഒരു നേട്ടങ്ങൾക്ക് ഉള്ള അർഹത അതിനേക്കാളും ഒരു കളിക്കാരനെ സംബന്ധിച്ചോളം അത് കൂടുതൽ വ്യക്തിഗതമാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് ഈ കേരളത്തിൽ നിന്നൊരു കളിക്കാരൻ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ കളിക്കാർക്ക് ദേശീയ തലത്തിലോ ഒക്കെ കിട്ടുന്ന നേട്ടങ്ങൾക്ക് പുറമെ ഞങ്ങളൊക്കെ തീർച്ചയായിട്ടും സഹായിക്കുന്നുണ്ടെങ്കിൽ പോലും അതിൻ്റെ നേട്ടങ്ങൾക്കുള്ള ശരിക്കുമുള്ള അവകാശി ആ കളിക്കാരൻ തന്നെയാണ് എന്നാണ് എൻ്റെ ബലമായ വിശ്വാസം. സാർ പറഞ്ഞ വളരെ ശരിയാണ്. എസ് കെ നായർ സാർ, ഇന്ത്യൻ ക്രിക്കറ്റിൻ്റെ കേരള മുഖമാണ് സാർ, നമ്മുടെ ഒരു അഭിമാനവും. സാർ ഈ പടവുകളൊക്കെ ചവിട്ടിക്കയറുമ്പോഴും സാറിന് ഒരു മലയാളി കുടുംബം, തിരുവനന്തപുരത്തുള്ള പരമ്പരാഗതമായ ഒരു തറവാടും അതോടൊപ്പം സാറിൻ്റെ കൂടെ നിത്യം സഞ്ചരിച്ചു കൊണ്ടിരുന്ന സാറിൻ്റെ സഹധർമ്മിണി ഉണ്ടായിരുന്നു. ആ കുടുംബ അംശങ്ങളിലേക്കാണ് ഇന്ന് നമ്മൾ കടക്കുന്നത്. സാർ അതൊക്കെ ഒന്ന് വിശദീകരിച്ച് തരണമെന്ന്. അപ്പോൾ സാറിനെ ബാല്യകാലത്ത് ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച ദൈവവിശ്വാസത്തിലേക്കൊക്കെ നയിച്ചു കൊണ്ടുപോയത് അമ്മയാണെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് കൗമാരപ്രായമൊക്കെ കടന്ന് ഇങ്ങനെ തിരക്കുള്ളൊരു ജീവിതം നയിക്കുമ്പോഴാണ് സാറിൻ്റെ സഹധർമ്മിയുടെ സാമീപ്യവും ആ ഒരു സഹായവും ഒക്കെ സാറിനെ മുന്നോട്ട് നയിച്ചു എന്ന് സാർ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ സാറിൻ്റെ മറ്റ് കുടുംബകാര്യങ്ങളെക്കുറിച്ച് കൂടി കുട്ടികൾ ആ കുടുംബം എങ്ങനെ കൊണ്ടുപോയി, ഇത്ര തിരക്കുള്ള ഒരു ജീവിതത്തിൽ എങ്ങനെയാണ് കുടുംബവും ഈ പൊതുജീവിതവും കൂടെ ഇണക്കി കൊണ്ടുപോയത്? എന്നെ സംബന്ധിച്ചോളം പറയുകയാണെങ്കിൽ അതൊരു വലിയ ബുദ്ധിമുട്ട് ഇല്ലായിരുന്ന ഒരു ആത്മാർത്ഥത്തോട് പറയാണ്. അത് സാധാരണഗതിയിൽ ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഈ ബുദ്ധിമുട്ടുകൾ തോന്നുന്നത് തീർച്ചയായിട്ടും നമ്മളെ ഫാമിലിയിൽ തന്നെ ഉണ്ടാകുന്ന പല കാര്യങ്ങൾ, പല സാഹചര്യങ്ങൾ അത് സാഹചര്യത്തിനൊത്ത് നമുക്ക് ഈ കാര്യങ്ങളിലൊക്കെ ഏർപ്പെടുന്നത് കൊണ്ട് നമ്മൾ ഉത്തരവാദിത്തം നിറവേറ്റാൻ പറ്റാത്തൊരു സാഹചര്യം വരുമ്പോഴാണ് നമ്മൾ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച്. പക്ഷേ എന്നെ സംബന്ധിച്ചോളം എൻ്റെ കുടുംബാംഗങ്ങളെല്ലാം എനിക്ക് എൻ്റെ ഭാര്യയോടൊപ്പം തന്നെ എനിക്ക് 2 കുട്ടികളാണുള്ളത്. ഒരു പുത്രനും ഒരു പുത്രിയുമാണ്. അവർ പഠിക്കുന്ന കാലത്ത് ഒരു പിതാവെന്നുള്ള നിലയിൽ എൻ്റെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുന്നത്, അതിൽ കൂടി കുടുംബനാഥൻ എന്നുള്ള എൻ്റെ ചുമതലകൾ, അതിൽ ഏറ്റവും കൂടുതൽ കാര്യമായ ചുമതലകൾ ഞാൻ നിറവേറ്റുമെങ്കിൽ പോലും ഗ്രഹത്തിനകത്തുള്ള കാര്യങ്ങളെല്ലാം കൂടുതൽ ശ്രദ്ധയോടുകൂടി അതൊരു അടുക്കും ചിട്ടയോടുകൂടി അവരുടെ വിദ്യാഭ്യാസത്തിലും ആഹാരത്തിലും വസ്ത്രത്തിലും അവരുടെ മറ്റു ആവശ്യങ്ങൾക്കെല്ലാം കൂടുതൽ എൻ്റെ ശ്രദ്ധയപ്പെടുത്തുകയും അല്ലെങ്കിൽ എൻ്റെ അസാന്നിധ്യത്തിൽ അവർക്ക് ആവശ്യമായ കാര്യങ്ങൾ അപ്പോഴപ്പോൾ ചെയ്തു കൊടുക്കാനെല്ലാം എൻ്റെ ഭാര്യ അതിനുവേണ്ടി വളരെയധികം ബുദ്ധിമുട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ജീവിതത്തിൽ തന്നെയും എനിക്കിപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ ജീവിത വിജയത്തിൽ എന്നെ സംബന്ധിച്ചോളം ഈശ്വരൻ്റെ അനുഗ്രഹം കൊണ്ട് എൻ്റെ കുട്ടികൾ എല്ലാവരും നല്ലവണ്ണം വിദ്യാഭ്യാസം ചെയ്യിക്കാനും ജീവിതത്തിൻ്റെ തുറകളിൽ നല്ല രീതിയിൽ തന്നെ അവർക്ക് കടന്നു വരുവാനും കഴിഞ്ഞു. എൻ്റെ മകൻ എഞ്ചിനീയറാണ്, മകള് കോളേജ് ടീച്ചറായിരുന്നു. അപ്പോൾ ഇപ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോൾ ജോലി ഉപേക്ഷിക്കേണ്ടി വന്നു. അവർ രണ്ടുപേരും ഇപ്പോൾ അമേരിക്കയിലാണ്. മകൻ സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണ്. അവന് ഇവിടെ തന്നെ തിരുവനന്തപുരത്താണ് പഠിച്ച് എഞ്ചിനീയറിംഗ് കോളേജിൽ. അത് കഴിഞ്ഞിട്ട് അമേരിക്കയിൽ പോയി MS കഴിഞ്ഞ് MBA ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ തന്നെ കഴിഞ്ഞ 6 വർഷമായിട്ട് അവിടെ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. അതുപോലെ തന്നെ എൻ്റെ മകളും ഇവിടെ തിരുവനന്തപുരത്ത് ഒരു വിമൻസ് കോളേജിൽ ലെക്ചറായിട്ട് വർക്ക് ചെയ്യായിരുന്നു. മാരേജിനെ തുടർന്ന് മരുമകനും സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണ്. ഇപ്പോഴും അമേരിക്കയിലാണ്, ന്യൂയോർക്കിലാണ്. അങ്ങനെ രണ്ടുപേരും ഇപ്പോൾ എന്നോടില്ല. പക്ഷേ എങ്കിലും അവരൊക്കെ തന്നെ അവർക്കുണ്ടായിട്ടുള്ള അവരെ വളർത്തിയെടുത്തിട്ടുള്ള ഈശ്വര വിശ്വാസം എൻ്റെ കുടുംബം മുഴുക്കെ മൊത്തത്തിൽ പറഞ്ഞാൽ
ഒരുപക്ഷെ എനിക്കായിരിക്കാം ആ കാര്യത്തിൽ കുറച്ചെങ്കിലും കുറവ് എന്ന് പറയും. ബാക്കി എല്ലാവരും വളരെ അടിയുറച്ച ഈശ്വരവിശ്വാസികളാണ്. അതവരുടെ വാക്കിലും പ്രവൃത്തിയിലും അവരുടെ ജീവിതചര്യയിൽ പോലെ അവരത് വളരെയധികം നിതാന്ത ജാഗ്രതയോടുകൂടി പുലർത്തിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ ഭാര്യ ആണെങ്കിൽ പോലും കഴിയുന്നതും എല്ലാ ദിവസവും തന്നെ ഇവിടെ തിരുവനന്തപുരത്ത് ഞങ്ങൾ താമസിക്കുന്ന മണക്കാട് താമസത്തിന് അടുത്താണ് പത്മനാഭ സ്വാമി ക്ഷേത്രം. ആ ക്ഷേത്രത്തിൽ ദിവസവും ഒരു സന്ദർശകയാണ്. അത് പോകും. അത് വളരെ മുടങ്ങാതെ കഴിയില്ല. പിന്നെ തിരുവനന്തപുരത്ത് ഇല്ലാത്ത സന്ദർഭം മാത്രമേ ഉള്ളൂ ഇതില്ലാതെ വരുന്നുള്ളൂ. പിന്നെ ഇപ്പോൾ തന്നെയും എൻ്റെ കുടുംബത്തോടൊപ്പം എൻ്റെ മകനും മകളും അമേരിക്കയിലായതുകൊണ്ട് അല്പകാലം അവരോടൊപ്പം ചെലവഴിക്കുന്നതിന് വേണ്ടിയിട്ട് എൻ്റെ വൈഫ് ഇപ്പോൾ ഞാനും അവരോടൊപ്പം ആയിരുന്നു കഴിഞ്ഞ കുറേ ആഴ്ചകളായി. ഇപ്പോൾ എൻ്റെ ഔദ്യോഗിക ജീവിതത്തിൻ്റെ സമ്മർദ്ദങ്ങൾ കാരണം ഇപ്പോൾ തിരിച്ച് മടങ്ങേണ്ടി വന്നതുകൊണ്ടാണ് വന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ എൻ്റെ സഹധർമ്മി ഇപ്പോൾ എൻ്റെ കൂടെ ഇല്ലാത്തത്. അതുപോലെ തന്നെ ഞങ്ങളുടെ ഒരു സംതൃപ്ത കുടുംബം തന്നെയാണ്. കാരണം എന്നെ സംബന്ധിച്ചോളം ഞാൻ ഈ മറ്റേ കളിയിലും ഈ കായിക രംഗത്ത് കൂടുതൽ പ്രവർത്തിക്കുവാനും അതിൽ തന്നെ ഈശ്വരൻ്റെ അനുഗ്രഹത്തിൽ പടിപടിയായിട്ട് ഉയർന്ന് ദേശീയ തലത്തിൽ കേരളത്തിൽ നിന്ന് ഒരു മലയാളിയായ എനിക്ക് പ്രത്യേകിച്ചും ക്രിക്കറ്റ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാം ഏറ്റവും കൂടുതൽ ഈ കായിക രംഗത്ത് ഏറ്റവും കൂടുതൽ അതിലുള്ള പല പല വൻ ശക്തികളുടെയും മേധാവിത്വം എല്ലാം അടക്കി വാഴുന്ന ഒരു രംഗമാണ്. അവിടെ പോലും ഒരു മലയാളിയായ എനിക്ക് കടന്നു ചെന്ന് എൻ്റെ നിസ്വാർത്ഥമായ ആത്മാർത്ഥമായ സത്യസന്ധമായ പ്രവർത്തനവും അതോടൊപ്പം തന്നെ ഈശ്വരൻ്റെ അനുഗ്രഹവും അതെല്ലാം കൂടി ഒത്തുചേർന്ന് അതുപോലെ തന്നെ കുടുംബാംഗങ്ങളുടെ പിന്തുണയും ഇതെല്ലാം കൂടി ഒരുമിച്ച് വന്നതുകൊണ്ട് എനിക്ക് ആ രംഗത്ത് വിജയിക്കാൻ കഴിഞ്ഞു. അത് ഏറ്റവും വലിയ കാര്യമായി ഞാൻ കരുതുകയാണ്. അത് പിന്നെ പറഞ്ഞു വന്നപ്പോൾ ഞാൻ ഒറ്റ വാക്കിലത് നമുക്ക് മനസ്സിലാവുന്നത് ഒരു ഹോം കൺട്രോൾ ബോർഡ് സാർ പറഞ്ഞു വന്നത് ബാല്യത്തിൽ അമ്മയുടെ ആ വലിയ ഒരു അടിയുറച്ച ഈശ്വരവിശ്വാസവും വാത്സല്യവും ഒക്കെയാണ് സാറിനെ രൂപപ്പെടുത്തി കൊണ്ടുവന്നതാണ്. അതിനുശേഷം ജീവിതത്തിൻ്റെ ഈ തിരക്കേറിയ പ്രത്യേകിച്ച് ക്രിക്കറ്റ് പോലെ ഇത്രയും ടെൻഷൻ നിറഞ്ഞ ആ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡ് വരെ എത്തുന്ന ആ ഒരവസരത്തൊക്കെ സാറിന് ഏറ്റവും കൂടുതൽ സഹായിച്ചതും കൂട്ടായി നിന്നതും തുണച്ചതും ധൈര്യം പകർന്നു തന്നതുമൊക്കെ സാറിൻ്റെ ഭാര്യയാണെന്ന് പറഞ്ഞു. വീട്ടുകാര്യങ്ങളിലും ഭാര്യ അത്രയധികം സഹായമായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. ഈ കുടുംബ പശ്ചാത്തലമൊക്കെ ഒന്ന് സാറ് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി വിവരിക്കാൻ കഴിയുന്നു. ഒരു ഇന്ത്യ മുഴുക്കെ നിറഞ്ഞു നിന്ന് പ്രവർത്തിക്കാൻ ബാധ്യസ്ഥനായ ഒരാൾക്ക്, അതായത് ക്രിക്കറ്റ് കൺട്രോൾ ബോർഡ് സെക്രട്ടറി എന്ന് പറയുമ്പോൾ ഇന്ത്യയിൽ തന്നെ ഏതാണ്ട് 30 അഫിലിയേറ്റഡ് യൂണിറ്റിൽ ഉള്ള എല്ലാ സംസ്ഥാനങ്ങളും അതുപോലെ റെയിൽവേ സർവീസസ് തുടങ്ങിയ എല്ലാവിധ ക്രിക്കറ്റ് സംഘടനകളുടെയും കാര്യങ്ങൾ അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യദർശി എന്നുള്ള നിലയിൽ ദൈനംദിനമായിട്ട് പല പല ചുമതലകളും നിറവേറ്റുന്നതായിട്ടുണ്ട്. അതിൽ തന്നെയും ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിക്കുന്നത് ഈ ഓരോ സ്ഥലങ്ങളിൽ ചെന്ന് അതുപോലെ മീറ്റിങ്ങുകൾ സംഘടിപ്പിക്കുന്നതിനും അതിനെ വേണ്ടിയിട്ടുള്ള മറ്റു പ്രവർത്തനങ്ങൾ നടത്തുന്നതിനുമൊക്കെ എപ്പോഴും ഒരു സഞ്ചാരം തന്നെ ആയിരിക്കുന്ന ഒരു സമയമായിരുന്നു അപ്പോൾ. ആ കാലഘട്ടങ്ങളിലെല്ലാം കുടുംബത്തെ സംബന്ധിച്ചോളം എൻ്റെ കുട്ടികൾ എൻ്റെ കുടുംബം എനിക്ക് വളരെ ചെറിയ ഒരു കുടുംബമാണ്. എൻ്റെ ഭാര്യയോടൊപ്പം തന്നെ എൻ്റെ ഒരു പുത്രനും പുത്രിയുമുണ്ട്. അവരുടെ വിദ്യാഭ്യാസ കാലത്തൊക്കെ തന്നെ അവരെല്ലാവരും ഈശ്വരൻ്റെ അനുഗ്രഹത്തിൽ നല്ല രീതിയിൽ അവരെ വിദ്യാഭ്യാസം ചെയ്യിക്കാനും അവരുടെ ജീവിതത്തിൻ്റെ തുറകളിൽ നല്ല രീതിയിലുള്ള അവർക്കൊരു തുടക്കം കുതിക്കാനും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് എനിക്ക് വളരെയധികം ചാരിതാർത്ഥത്തിന് വക നൽകുന്നൊരു കാര്യമാണ്. അപ്പോൾ ഇവരുടെ വിദ്യാഭ്യാസ കാര്യങ്ങളിലും തന്നെ അവരായാലും വസ്ത്രത്തിലായാലും അവർക്ക് വേണ്ടിയിട്ടുള്ള കാലാനുകാലങ്ങൾ അവർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ ആവശ്യങ്ങൾക്കും അത് ശരിയായ രീതിയിൽ ഒരു കുടുംബനാഥം എന്നുള്ള നിലയിൽ എനിക്ക് ചെയ്യാവുന്ന കിട്ടുന്ന സമയങ്ങളിലെല്ലാം എനിക്ക് പ്രവർത്തിക്കാൻ കഴിയുന്ന രീതിയിൽ തന്നെ ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ കൂടിയും അതിൻ്റെ വിജയം ആ കാര്യങ്ങളുണ്ടായ വിജയത്തിൻ്റെ അവകാശി യഥാർത്ഥത്തിൽ എൻ്റെ ഭാര്യയ്ക്കാണ് എന്ന് പറയുന്നതിന് എനിക്ക് മടിയില്ല. കാരണം എൻ്റെ അസാന്നിധ്യം പലപ്പോഴും അത് ഒഴിച്ചുകൂടാൻ വയ്യാത്ത അസാന്നിധ്യമാണ്. ഒഴിച്ചുകൂടാൻ വയ്യാത്തതുകൊണ്ടുണ്ടാകുന്ന കാരണം എനിക്ക് ഏറ്റെടുത്ത ചുമതല അത് ഭംഗിയാക്കാതിരിക്കാൻ നിവൃത്തിയില്ല. അല്ലെങ്കിൽ ഞാൻ എടുത്ത ചുമതല തന്നെ വളരെയധികം ഭാരിച്ച ചുമതലയാണ്. അപ്പോൾ അത്തരം ഒരു ചുമതല നിറവേറ്റുമ്പോൾ അത് കുടുംബവും അല്ലെങ്കിൽ മറ്റു ഭാര്യ പുത്രം അവരുടെ ആവശ്യങ്ങളൊക്കെ ഉണ്ട് എന്ന് കരുതി അതിന്
നമ്മൾ മാത്രം മുഴുകിയിട്ട് എൻ്റെ ഔദ്യോഗിക ചുമതലകൾ അത് നിറവേറ്റാൻ ഞാൻ പരാജയപ്പെട്ടാൽ ഞാനൊരു പരാജയമായിട്ട് ആ രംഗത്തെ കണക്കാക്കും. അപ്പോൾ അത്തരം ഒരു സാഹചര്യം എനിക്ക് ഉണ്ടാകേണ്ടി വന്നിട്ടില്ല. അതിന് ഏറ്റവും പ്രധാന കാരണം എൻ്റെ കുടുംബാംഗങ്ങൾ, എൻ്റെ കുട്ടികൾ ഉൾപ്പെടെയുള്ള എല്ലാവരും ഇതിൻ്റെ ഞാൻ ഏറ്റെടുത്ത ചുമതലയുടെ അതിൻ്റെ ഗൗരവം മനസ്സിലാക്കി അതിനനുസരിച്ചിട്ടുള്ള എൻ്റെ അസാന്നിധ്യം ഉൾപ്പെടെയുള്ള കാര്യങ്ങളെക്കുറിച്ച് അവർ യഥാർത്ഥത്തിൽ ബോധവാന്മാരായിക്കൊണ്ട് അതേസമയം എൻ്റെ എല്ലാ രീതിയിലുള്ള ഉപദേശവും സഹകരണവും തേടിക്കൊണ്ട് അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റി. ഈ കാര്യത്തിൽ എൻ്റെ കുടുംബാംഗങ്ങളുടെ സഹകരണം വളരെ വിലപ്പെട്ടതായിരുന്നു എന്ന് പറയുന്നതിന് എനിക്ക് വളരെ സന്തോഷം. അപ്പോൾ എനിക്കും ചോദിച്ചിട്ട് സാർ, അപ്പോൾ സാറ് പറഞ്ഞു വന്നപ്പോൾ ശരിക്കൊരു ഹോം കൺട്രോൾ ബോർഡുണ്ട്. ആ ഒരു അടിസ്ഥാന ഘടകം, കുടുംബം എന്ന് പറയുന്ന അടിസ്ഥാന ഘടകത്തിൻ്റെ നല്ല മാനേജ്മെൻറ്റ്, നല്ലൊരു മാനേജറായിരുന്നു സാറിൻ്റെ ഭാര്യ എന്ന് എനിക്ക് തോന്നുന്നു, സാർ പറഞ്ഞ വിശദീകരണങ്ങളിൽ നിന്ന്. സാർ വളരെ കാലം ഈ കൂടുതൽ യാത്രകൾ ചെയ്യുന്ന ഒരാളായിരുന്നിരിക്കുമല്ലോ, പ്രത്യേകിച്ചും ടെസ്റ്റുകൾ വരുമ്പോൾ, അതുപോലെ തന്നെ വേൾഡ് കപ്പ് വരുമ്പോഴൊക്കെ ഒരു പക്ഷേ രാജ്യത്ത് തന്നെ ഇല്ലാതെ വളരെ കാലങ്ങളൊക്കെ കഴിഞ്ഞു പോയിട്ടുണ്ടെന്ന് അറിയാം. അങ്ങനെയൊക്കെയുള്ള സമയത്ത് എങ്ങനെയാണ് സാറിൻ്റെ ഭാര്യ ഇതൊക്കെ മാനേജ് ചെയ്തുകൊണ്ടിരുന്നത്? ഒരു കാര്യം ഈ സന്ദർഭങ്ങളിലൊക്കെ ഞാൻ ശ്രദ്ധിക്കാറുണ്ടായിരുന്നു, എവിടെ പോയാലും ലോകത്തിലെ ഏറ്റവും വാടിക്കാൾ ഏത് കോണിൽ പോയാലും എനിക്ക് ഏറ്റവും കൂടുതൽ ഞാൻ ശ്രദ്ധ ചെലുത്തിയത് എൻ്റെ കുടുംബവുമായിട്ടുള്ള ബന്ധം. അത് എൻ്റെ സാന്നിധ്യം, ഫിസിക്കൽ പ്രസൻസ് അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ എവിടെ പോയാൽ, എൻ്റെ ഹോട്ടൽ ഞാൻ താമസിച്ചാൽ എൻ്റെ ബില്ലുകൾ തന്നെ ഏറ്റവും കൂടുതൽ എനിക്ക് ചിലവായിക്കൊണ്ടിരുന്നത് എനിക്ക് ടെലിഫോൺ കാളുകൾക്കാണ്. കാരണം ഞാൻ എന്നും കമ്മ്യൂണിക്കേഷനെ സംബന്ധിച്ചോളം എനിക്ക് ആ കാര്യത്തിൽ വളരെ നിർബന്ധമായിരുന്നു. അത് എൻ്റെ ഭാര്യയുമായിട്ടും കുട്ടികളുമായിട്ടും എല്ലാം ഞാൻ നിരന്തരം ബന്ധപ്പെട്ട് അവരുടെ കാര്യങ്ങൾ നേരിട്ടല്ലെങ്കിൽ പോലും ഫോണിൽ കൂടി പോലും എൻ്റെ നിർദ്ദേശങ്ങൾ, ആവശ്യമായ നിർദ്ദേശങ്ങൾ എൻ്റെ ഭാര്യയ്ക്കും അതുപോലെ തന്നെ എൻ്റെ കുട്ടികൾക്കും എല്ലാം നൽകാൻ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. ഒരുപക്ഷെ അതൊക്കെ അതുകൊണ്ട് എൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാക്കിയിട്ടാണെങ്കിൽ പോലും ഞാനുമായിട്ടുള്ള ബന്ധം അത് നിരന്തരം നിലനിർത്തുന്നതിന് എനിക്ക് സഹായിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ അത് തന്നെ ആയിരിക്കാം എനിക്ക് ഈ കുടുംബകാര്യങ്ങൾ നേരിട്ടല്ലെങ്കിൽ പോലും അപ്പോൾ എൻ്റെ സാന്നിധ്യം അത് ദൂരെ നിന്നാണെങ്കിൽ പോലും അത് ഉണ്ടാക്കിയെടുക്കുന്നത് എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ പോലും അതാണല്ലോ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന്, അപ്പോൾ ഈ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മിനിറ്റ്, ഇപ്പോൾ പോലും ഇവിടെ ഇപ്പോൾ സാറിൻ്റെ പ്രിയ സഹധർമ്മിണി അടുത്തില്ല, അങ്ങ് സ്റ്റേറ്റ്സിലാണ്, മക്കളുടെ കൂടെയാണ്, ഒരു അമ്മയുടെ കടമ നിർവഹിക്കാനായിട്ട് അവിടെ നിൽക്കുകയാണ്. പക്ഷേ എനിക്ക് മനസ്സിലായി, സാർ ഇന്ന് രാവിലെ കൂടി സാറിൻ്റെ സഹധർമ്മിണിയോട് ഇങ്ങനെ ഞാനൊരു ഇൻ്റർവ്യൂവിന് പോവുകയാണ്, നിൻ്റെ സാന്നിധ്യമില്ലാതെ തന്നെ, പക്ഷേ നിൻ്റെ പ്രസൻസ് കൂടെ ഉണ്ട്, ആബ്സെൻസ് ഈസ് പ്രസൻസ് എന്ന് പറയുന്ന മാതിരിയാണ് ഇന്നിപ്പോൾ നമ്മൾ തമ്മിൽ സംസാരിക്കുന്നത് പോലും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ദൂരവും പിന്നെ അസാന്നിധ്യവും ഒന്നും ഒരു കുടുംബജീവിതത്തിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് പ്രശ്നമല്ല എന്ന് മിക്കവാറുമുള്ള എല്ലാ പ്രഗത്ഭന്മാരും ജീവിത വിജയം നേടിയവരും തെളിയിച്ചിരിക്കുന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇതിൻ്റെ കൂട്ടത്തിൽ സാറിനോട് ചോദിക്കാനുള്ളത്, ഇപ്പോൾ ICC തന്നെ ഒരുപാട് ടെൻഷൻ നടന്ന ഘട്ടങ്ങളുണ്ടായിട്ടുണ്ട്. ഈ അടുത്ത കുറേ വർഷങ്ങളായിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ പ്രതിസന്ധികളെ അതിജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത്തരം പ്രതിസന്ധികളൊക്കെ വരുമ്പോൾ വലിയ ആത്മസംഘർഷങ്ങളെ സാറും കടന്നുപോയിട്ടുണ്ട് എന്ന് അറിയാം. അപ്പോഴൊക്കെ എങ്ങനെയാണ് ഭാര്യയും കുട്ടികളും, പ്രത്യേകിച്ച് ഭാര്യ, സാറിന് ഒരു സപ്പോർട്ട്, ഒരു മോറൽ സപ്പോർട്ട് തരുന്നത്? അതുകൂടി സാറ് നമുക്ക് ഒന്ന് പറഞ്ഞു തരണം. ഈ ചോദ്യം എന്നെ സംബന്ധിച്ചോളം വളരെ പ്രസക്തമായൊരു ചോദ്യമാണ്. കാരണം നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരു കായിക സംഘാടന എന്ന നിലയിൽ ഞാൻ മറ്റുള്ള കായിക സംഘടനകൾക്കാൾ കൂടി ഏറ്റവും കൂടുതൽ സങ്കീർണമായ ഒരു മേഖലയിൽ പ്രവർത്തിക്കാൻ നിയോഗിക്കപ്പെട്ട ഒരാളാണ്. ആ മേഖലയിൽ എന്നും ഈ ഏറ്റവും ഞാൻ ഒടുവിൽ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, ഞാൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡ് സെക്രട്ടറി ആയിരുന്ന ആ കാലഘട്ടത്തിൽ പലവിധ കാരണങ്ങൾ കൊണ്ട് ക്രിക്കറ്റ് ബോർഡിൽ തന്നെ ഒരു സംഘർഷഭരിതമായ ഒരു കാലഘട്ടം ഞാനത് ഫേസ് ചെയ്യാനായിട്ട് നിർബന്ധനായിരുന്നു. ആ കാലഘട്ടങ്ങളിലെല്ലാം എനിക്ക് ഈശ്വരാനുഗ്രഹത്തിൽ അതിൽ എനിക്ക് ഏറെക്കുറെ വിജയിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടിയും ആ പാതയിൽ എനിക്ക് ഏറ്റവും കൂടുതൽ എന്നെ പിടിച്ചു നിർത്തിയ, അല്ലെങ്കിൽ പല പ്രതിസന്ധികളിൽ തരണം ചെയ്യാനായിട്ട് എന്നെ നിലനിർത്തിയ ആ മാനസിക നില എനിക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞത് രണ്ട് കാരണങ്ങൾ. ഒന്ന്,
എൻ്റെ കുടുംബം, അതായത് അവർ നൽകിയിട്ടുള്ള പിന്തുണ, പ്രത്യേകിച്ചും ഈ പ്രതിസന്ധികളിലെല്ലാം എൻ്റെ മാനസിക നിലയിൽ കുടുംബങ്ങളുടെ ഭാഗത്തു നിന്നും കൂടുതൽ സമ്മർദ്ദങ്ങൾ ഉണ്ടാകാതിരിക്കാൻ അവർ വളരെയധികം ശ്രദ്ധിച്ചിരുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാന കാര്യങ്ങൾ. കാരണം പലവിധ സംഘർഷങ്ങൾ അത് തരണം ചെയ്ത് അല്ലെങ്കിൽ അതുമായിട്ട് ഏർപ്പെട്ടുകൊണ്ട് പരിഹാരം കാണാൻ ശ്രമിച്ച് കൊണ്ടിരിക്കുന്ന ആ സമയത്തിൽ കൂടിയാണ് കുടുംബ കാര്യങ്ങളിലെല്ലാം എനിക്ക് ഇടപെടേണ്ടിയിരുന്ന ഒരു സാഹചര്യങ്ങളാണ്. അപ്പോൾ അതിൽ എന്നെ സംബന്ധിച്ചോളം എൻ്റെ ആവശ്യവും അല്ലെങ്കിൽ എൻ്റെ സാന്നിധ്യവും ഒക്കെ അവർ പരിഗണിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കഴിവും എൻ്റെ സമയവും ഒക്കെ ഞാൻ ഉപയോഗിക്കുമ്പോൾ അതിൽ കൂടുതൽ എനിക്ക് ചെയ്യാനുള്ളതൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട് എന്നുള്ള ആ ഒരു സന്തോഷത്തോടു കൂടി അത് മനസ്സിലാക്കി അതിന് അംഗീകരിച്ചുകൊണ്ട്, അതേസമയം കൂടുതൽ ആവശ്യങ്ങളുമായിട്ടോ കൂടുതൽ സമ്മർദ്ദങ്ങളുമായിട്ടോ എനിക്ക് കുടുംബത്തിൽ നിന്നും എനിക്ക് അനുവദിക്കാവുന്ന സമയത്തിൽ നിന്നും ഏറ്റവും പൂർണ്ണമായും അല്ലെങ്കിൽ അതിൽ കൂടുതലും മറ്റു കാര്യങ്ങളിൽ എൻ്റെ ഔദ്യോഗികമായ കായിക സംഘടനാ പ്രവർത്തനങ്ങൾക്ക് ചെലവഴിക്കാനായിട്ട് വേണ്ടിയിട്ടുള്ള അനുവാദം, അത് ശരിക്കുമുള്ള അനുവാദം എന്നുള്ള രീതിയിൽ തന്നെ എൻ്റെ പ്രത്യേകിച്ചും എൻ്റെ ഭാര്യയും അതിന് എൻ്റെ ചുമതലകളിൽ അല്പം പ്രധാനപ്പെട്ട ചുമതലകളാണെങ്കിൽ പോലും അത് ഏറ്റെടുത്തുകൊണ്ട് കുടുംബഭാരം അത് ശരിയായ രീതിയിൽ നിർവഹിക്കാൻ തയ്യാറായി വന്ന ഭാര്യയും അതോടൊപ്പം തന്നെ അതിൽ സഹകരിക്കാൻ തയ്യാറായ എൻ്റെ കുടുംബാംഗങ്ങളും എടുത്തു പറയണം. പിന്നെ ഇതിനെല്ലാം ഈ സംഘർഷം എനിക്കെപ്പോഴും ഒരുതരം ആനന്ദമായിട്ട് മാറിക്കൊണ്ടിരിക്കുക. കാരണം കൂടുതൽ സംഘർഷങ്ങളിൽ കൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ മനസ്സിൻ്റെ നില തന്നെ അത്ര പക്വപ്പെടുത്താൻ കഴിയും. പിന്നെ ഇതിലെല്ലാം എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം, ഞാൻ ഇതൊന്നും ആവുമെന്നും പ്രതീക്ഷിച്ചുകൊണ്ടല്ല ഈ രംഗത്ത് വന്നത്. നിസ്വാർത്ഥമായി ഞാൻ കരുതുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തി ആത്മാർത്ഥമായും സത്യസന്ധവുമായിട്ട്, എന്നാലും എനിക്കൊരു ഏറ്റവും മനസ്സിലുള്ള ഉറച്ച വിശ്വാസം, ആത്മാർത്ഥതയും സത്യസന്ധതയുമുള്ള ഒരു പ്രവർത്തനമോ അല്ലെങ്കിൽ പ്രവർത്തകർക്ക് അന്തിമ വിജയം അവരുടെ കൂടെ തന്നെ ആയിരിക്കും. അത് എൻ്റെ കാര്യത്തിൽ വളരെ ശരിയാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ആ പ്രവർത്തനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ എനിക്ക് ഈ കുടുംബാംഗങ്ങളുടെ സഹകരണവും അതുപോലെ തന്നെ സുഹൃത്തുക്കളുടെ സഹകരണവും എല്ലാത്തിനും പുറമേ ഈശ്വരൻ്റെ അനുഗ്രഹം അത് എനിക്ക് എന്നും ഉണ്ട്, ഇപ്പോഴും എന്നോടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ സംഘർഷങ്ങൾ എനിക്ക് നേരിടാൻ കഴിഞ്ഞത്. ഇനിയും ഞാൻ നേരിടാൻ ഇപ്പോഴും എനിക്ക് തയ്യാറാണ് എന്നുള്ളൊരു വെല്ലുവിളിയായിട്ട് പോലും ഞാനിപ്പോൾ സ്വീകരിക്കാൻ തയ്യാറായി മുന്നോട്ട് വരാൻ എന്നെ പ്രേരിപ്പിക്കുന്ന ഘടകം ഈശ്വരൻ്റെ ആ ഒരു അനുഗ്രഹം എന്നോടൊപ്പം എന്നും ഉണ്ട് എന്നുള്ള അടിയുറച്ച വിശ്വാസം. ഒരു ഈശ്വര വിശ്വാസത്തിൽ കിട്ടുന്ന ധൈര്യവും ശക്തിയും അതോടൊപ്പം അടിയുറച്ച ഈശ്വരവിശ്വാസത്തിൻ്റെ ഒപ്പം അലട്ടാത്ത ഒരു കുടുംബം, ഇത് രണ്ടും കൂടി ചേർന്നാണ് SK നായർ എന്ന് പറയുന്ന വിജയിച്ച സക്സസ്ഫുൾ സ്റ്റോറിയുടെ SK നായരുടെ കഥയെന്ന് എനിക്ക് തോന്നുന്നു. ഇതിനോടൊപ്പം തന്നെ സാറിനറിയാൻ വയ്യാത്ത ഒരു ചരിത്രം ക്രിക്കറ്റിൻ്റെ സമകാലീന ഭാരതത്തിലില്ല. ഇന്ത്യയിലെ എല്ലാ കളിക്കാരുമായിട്ടും ഏറ്റവും അടുത്ത ആത്മബന്ധം, വ്യക്തിബന്ധം, സുഹൃത്ത് ബന്ധം പുലർത്തുന്നു എന്നുള്ളതാണ് സാറിനെ പറ്റി ഞാൻ നമ്മുടെ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള സുഹൃത്തുക്കളിൽ നിന്ന് മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ച് ക്രിക്കറ്റ് കളിക്കാരത് പറയാറുണ്ട്, അവരൊരു പേഴ്സണൽ ഫ്രണ്ടാണ്, ഏജ് നോ ബാർ എന്നാണ് അവർ പലരും പറയാറുള്ളത്, ചെറുപ്പക്കാരൊക്കെ. അപ്പോൾ ആ രീതിയിലുള്ള ഒരു SK നായർ അവിടെ ഉള്ളപ്പോൾ തീർച്ചയായിട്ടും സാറിനറിയാം, നമ്മുടെ ഇന്ത്യയിലെ നക്ഷത്രത്തിളക്കമുള്ള ക്രിക്കറ്റ് രാജകുമാരന്മാരിൽ ബഹുഭൂരിപക്ഷത്തിനെയും അവരുടെ അമ്മയോ ഭാര്യയോ വളരെ ഭംഗിയായി സ്വാധീനിച്ചിരിക്കുന്നു എന്നുള്ള കഥകൾ ഞങ്ങൾ അറിയാറുണ്ട്, കേൾക്കാറുണ്ട്. സാർ അതിനെപ്പറ്റി കുറച്ച് കൂടുതൽ പറയുമ്പോൾ രാഹുൽ ദ്രാവിഡിൻ്റെയോ വീരേന്ദ്ര സെവാഗിൻ്റെയോ അതുപോലെ സൗരവ് ഗാംഗുലിയുടെയോ ഇവരൊക്കെ പലപ്പോഴും പല പ്രശ്നങ്ങളെയും നേരിട്ടവരാണല്ലോ. ഏറ്റവും ഒടുവിൽ ശ്രീശാന്തിലെത്തി നിൽക്കുന്ന അത്തരം ഒരു പട, നമ്മുടെ ഇവിടുത്തെ ആ നീലപ്പട എന്ന് ഒരു കാലത്ത് പറഞ്ഞുകൊണ്ടിരുന്ന നമ്മുടെ ക്രിക്കറ്റ് താരങ്ങളുടെ ഇത്തരം കുടുംബ ബന്ധങ്ങളെപ്പറ്റി സാറിന് ചുരുക്കി പറയാം. എന്തായാലും എന്നെ സംബന്ധിച്ചോളം വളരെയധികം ആഹ്ലാദകരമായ ഒരു കാര്യം ഈ ക്രിക്കറ്റ് ജീവിതത്തിൽ ഏറ്റവും ദേശീയ തലത്തിൽ തന്നെ ഞാനൊരു 10-12 വർഷം ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചുമതലകൾ വഹിക്കാൻ ഞാൻ ട്രഷററായിരുന്നു, സെക്രട്ടറി ആയിരുന്നു, ഫൈനാൻസ് ബോർഡ് ചെയർമാനായിരുന്നു. അപ്പോൾ ഈ പ്രവർത്തന കാലഘട്ടത്തിൽ ഇന്ത്യയിലെ പ്രമുഖരായിട്ടുള്ള കായിക താരങ്ങളും അതുപോലെ തന്നെ സംഘാടകരുമായിട്ട് എല്ലാവരുമായിട്ടും എനിക്ക് വളരെ നല്ല ഒരു ബന്ധം അത് സ്ഥാപിക്കുവാനും നിലനിർത്തുവാനും കഴിഞ്ഞു എന്നുള്ളത് എൻ്റെ ഒരു അസറ്റായിട്ട് ഞാൻ കരുതുകയാണ്. എനിക്ക് വളരെയധികം സമയനഷ്ടം ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ കുടുംബത്തിൽ നിന്നും വളരെയധികം നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് അകന്നു നിന്നിട്ടുണ്ടായിരുന്നു, സാക്രിഫൈസസ് ഒരുപാട് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അതേ സമയത്ത് അന്തിമമായി വിശകലനം ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു ഏറ്റവും വലിയ ഒരു സന്തോഷകരമായ വസ്തുത, ഇതിൽ കൂടി ക്രിക്കറ്റിൽ കൂടി ഞാൻ നേടിയെടുത്തിട്ടുള്ള സുഹൃത്ത് സമ്പത്ത്, അതും
വളരെ ക്രിക്കറ്റിലെ തന്നെ വളരെ അധികം ഐക്കോൺ എന്ന് കരുതപ്പെടുന്ന പലരുമായിട്ടുള്ള ബന്ധം, പ്രത്യേകിച്ച് ഞാൻ കരുതുന്ന കളിക്കാരുമായിട്ടുള്ള ബന്ധമാണ് ഞാൻ വളരെ എൻ്റെ ഒരു ഏറ്റവും വലിയ ഒരു അസറ്റായിട്ട് ഞാൻ കരുതുന്നത്. കാരണം ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഒരു ക്രിക്കറ്റ് ഐക്കോൺ എന്ന് കരുതുന്ന സച്ചിൻ തെണ്ടുൽക്കർ, അതുപോലെ തന്നെ ഇപ്പോഴത്തെ ക്യാപ്റ്റനായ രാഹുൽ ദ്രാവിഡ്, പഴയ ക്യാപ്റ്റനായ സൗരവ് ഗാംഗുലി, അങ്ങനെ എൻ്റെ കാലഘട്ടത്തിൽ ഇന്ത്യൻ ക്യാപ്റ്റന്മാരായിട്ടിരുന്നവർ എല്ലാവരുമായിട്ടും, അവരുമായിട്ട് മാത്രമല്ല അവരുടെ കുടുംബ അംഗങ്ങളുമായിട്ടും, പ്രത്യേകിച്ചും സച്ചിനുമായിട്ടും, സച്ചിൻ്റെ വൈഫ് ഡോക്ടർ അഞ്ജലി, അതും എന്നോടൊപ്പം വളരെയധികം ഞങ്ങൾ പലപ്പോഴും കളിക്കാൻ പര്യടനം ക്രിക്കറ്റ് പര്യടനത്തിൽ ഒരുമിച്ച് സഞ്ചരിക്കാൻ സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അവരുമായിട്ടൊക്കെ വളരെയധികം കാര്യങ്ങൾ സംസാരിക്കാൻ, ക്രിക്കറ്റ് കാര്യം, കുടുംബകാര്യം ഒക്കെ സംസാരിക്കാൻ സാധിക്കും. സച്ചിനെ എങ്ങനെയാണ് ഡോക്ടർ അഞ്ജലി? സച്ചിനെ സംബന്ധിച്ചോളം സച്ചിൻ തീർച്ചയായിട്ടും പറയുകയാണെങ്കിൽ ഒരു കുടുംബവുമായിട്ട് വളരെയധികം ഇടപഴകി കഴിയുന്ന ആളാണ്. ഈ ക്രിക്കറ്റിൽ ഇത്രയധികം തിരക്കുണ്ടെങ്കിലും സച്ചിനും ഞാൻ പറഞ്ഞ പോലെ കുടുംബം എന്ന് പറഞ്ഞാൽ സച്ചിന് വളരെയധികം, കാരണം വൈഫും ഇപ്പം 2 കുട്ടികളും സാറ എന്നൊക്കെ പറഞ്ഞ് എപ്പോഴും ഞാൻ കാണാറുണ്ട്. സച്ചിന് കിട്ടുന്ന ഒഴിവ് സമയം സച്ചിൻ എപ്പോഴെങ്കിലും ദിവസത്തിൽ ഒരിക്കലെങ്കിലും ഫാമിലിയുമായിട്ട് ബന്ധപ്പെടാറുണ്ട്. അതുപോലെ തന്നെ ഷോപ്പിങ്ങിനാണെങ്കിൽ എപ്പോഴും സച്ചിൻ ശ്രദ്ധിക്കാറുണ്ട്. തിരിച്ചു പോകുമ്പോൾ കുടുംബത്തിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ അവരുടെ മാതാപിതാക്കൾ. സച്ചിനെ സംബന്ധിച്ചോളം എനിക്കറിയാം, സച്ചിൻ്റെ മാതാപിതാക്കളും സാഹിത്യ സഹവാസം എന്ന് പറഞ്ഞിട്ടുള്ള സൊസൈറ്റിയുടെ വീട്ടിലാണ് അവിടെ ബോംബെയിൽ താമസിച്ചുകൊണ്ടിരുന്നത്. ഞാൻ വീട്ടിൽ പോയിട്ടുമുണ്ട്. അപ്പോൾ അന്നൊക്കെ സച്ചിൻ്റെ രക്ഷകർത്താക്കൾ, മാതാപിതാക്കൾ, അവർ സ്വാഭാവികമാണ് സച്ചിനെ പോലുള്ള ഇത്രയും ഒരു വിശ്വവിഖ്യാതനായ ഒരു പുത്രനോട് അങ്ങനെ. അതുപോലെ തന്നെ രാഹുൽ ദ്രാവിഡിൻ്റെ അമ്മ പുഷ്പ ദ്രാവിഡ്, അവർ ഒരു ചിത്ര പ്രദർശനം ഇപ്പോൾ ഇവിടെ നമ്മുടെ കൊച്ചി മത്സരത്തോടനുബന്ധിച്ച് നടന്നു. അതിൻ്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾക്കെല്ലാം മാതൃഭൂമി ആണ് സ്പോൺസർ ചെയ്തത്. അതിനുവേണ്ടി പ്രാരംഭ പ്രവർത്തനങ്ങൾക്കെല്ലാം രാഹുൽ എൻ്റെ സഹായമൊക്കെ തേടിയിട്ടുണ്ടായിരുന്നു. കാരണം അവരുടെ അച്ഛനും അമ്മയും, അച്ഛൻ കിസാൻ പ്രോഡക്ട്സിൻ്റെ ജനറൽ മാനേജറായിട്ട് റിട്ടയർ ചെയ്ത ആളാണ്. വളരെയധികം എന്താ പറഞ്ഞുള്ള ഒരു ഇത്രയും സംസ്കാര സമ്പന്നരായിട്ടുള്ള ആളുകൾ. ഈ ക്രിക്കറ്റ് കളിക്കാർ എന്ന് പൊതുവെ ജനം ധരിച്ചിരിക്കുന്നവർ കുറച്ച് പേരെങ്കിലും ഒരു അഹങ്കാരികളാണ്, അല്ലെങ്കിൽ ഇത്രയും വലിയ വിഖ്യാതരായ പുത്രന്മാരുടെ അവരുടെ മാതാപിതാക്കൾ എന്ന് പറഞ്ഞാൽ അവർക്കൊരു ഗർവുണ്ട് എന്നൊക്കെ കരുതുന്ന ആളുകളുണ്ട്. പക്ഷേ ഇത് അങ്ങ് ഏറ്റവും അബദ്ധജടിലമായിട്ടുള്ള കാര്യങ്ങൾ. അങ്ങനെയൊന്നും അല്ല. ഇവരൊക്കെ തന്നെ അവരുടെ തീർച്ചയായിട്ടും അഭിമാനിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അഭിമാനം ഉണ്ടാകുന്നതിന് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അവരെ അഭിമാനിക്കുന്നതിനുള്ള കാര്യമുണ്ട്. പക്ഷെ അതുകൊണ്ട് അവരെല്ലാവരും മറ്റെല്ലാവരെയും പോലെ തന്നെ കുടുംബജീവിതം ആസ്വദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സൗരവ് ഗാംഗുലി നല്ലൊരു നർത്തകിയാണ്. സൗരവ് ഗാംഗുലിയുടെ ജീവിതത്തിലെ ഏറ്റവും ദുർഘട കാലഘട്ടം, ദുരിതപർവമാണ് കഴിഞ്ഞ കുറേ കാലം കൊണ്ട് കടന്നുപോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഗാംഗുലിയുടെ ഭാര്യ ഡോണ എങ്ങനെയാണ് ഗാംഗുലിയെ പിടിച്ചു നിർത്തിയതെന്ന് ഞാൻ തന്നെ അതിശയിച്ചിട്ടുണ്ട്. കാരണം ഗാംഗുലി അങ്ങേറ്റം ഡിപ്രസ്ഡ് ആയിരുന്നപ്പോഴാണ് ഡോണ കോട്ടയത്ത് വന്നിട്ട് ആ പ്രോഗ്രാമൊക്കെ നടത്തുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കിയത് ഗാംഗുലിക്ക് ആ സമയത്ത് ഏറ്റവും വലിയ ആത്മധൈര്യം പകർന്നു കൊടുത്തത് ഗാംഗുലിയുടെ ഭാര്യയായിരുന്നു എന്നാണ്. സാർ അതിനെപ്പറ്റി വളരെ ശരിയാണ്. എനിക്ക് ഗാംഗുലിയുടെ പിതാവ് ചാന്ദി ഗാംഗുലി, അദ്ദേഹം ക്രിക്കറ്റ് അസോസിയേഷൻ ബംഗാളിൻ്റെ സെക്രട്ടറി ആയിരുന്നു. ആ കാലം തൊട്ട് എനിക്ക് ഗാംഗുലി അന്ന് ശരിക്കും പറയുകയാണെങ്കിൽ നമ്മുടെ ഭാഷ പറഞ്ഞൊരു പയ്യനായിരുന്നു. ഗാംഗുലി ബ്രദർ സ്നേഹശീഷ് ഗാംഗുലി. നിക്കറിട്ട് പ്രായം തൊട്ട് ഗാംഗുലി എനിക്ക് നേരിട്ട് അറിയാം. കൽക്കട്ടയുടെ ഏതാണ്ട് ഒരു വളരെ പാരമ്പര്യമുള്ള ഒരു കുടുംബത്തിൽ, അതും അവരുടെ ഒരു ജോയിൻറ്റ് ഫാമിലിയാണ്. ഗാംഗുലിയുടെ ഫാദർ, അവരുടെ ബ്രദേഴ്സൊക്കെ താമസിക്കുന്ന എനിക്ക് വളരെ അന്ന് ആദ്യമായിട്ട് ഗാംഗുലി കുടുംബത്തിൽ പോയി എനിക്ക് തോന്നിയ ഒരു അതിശയം. ഞാൻ കാലത്തെ പ്രാതലിനാണ് എന്നെ ക്ഷണിച്ചത്. ആദ്യം പോയപ്പോൾ മത്സ്യമാണ് എനിക്ക് ആദ്യം പൊരിച്ച മീനാണ്. അപ്പോൾ അത് കൽക്കട്ടയിൽ ഒരു മത്സ്യം കഴിക്കും. പക്ഷേ എനിക്ക് അതൊരു ഇപ്പോഴും എൻ്റെ മനസ്സിൽ തങ്ങി നിൽക്കുകയാണ് ആ വീട്ടിൽ. അതോടൊപ്പം സ്വീറ്റ്. അപ്പോൾ അങ്ങനെ ഒരു പ്രത്യേകതകളുള്ള ഒരിതാണ്. അത്രയധികം അടുപ്പം ഉണ്ടായിരുന്ന കുടുംബമാണ്. അതുപോലെ തന്നെ ഗാംഗുലിയുടെ വളർച്ച, ഒരു കളിക്കാരെന്നുള്ള ക്രിക്കറ്റ് കളിക്കാരൻ. ഗാംഗുലി ചേട്ടനും നല്ലൊരു ക്രിക്കറ്റ് കളിക്കാരനാണ്, സ്നേഹശീഷ് ഗാംഗുലി. അദ്ദേഹം കൽക്കട്ട വെസ്റ്റ് ബംഗാൾ ടീമിന് വേണ്ടിയിട്ട് കളിച്ചിട്ടുണ്ട്. പക്ഷേ അദ്ദേഹം നല്ല പ്രോമിസിങ് പ്ലെയർ ആയിരുന്നു. പക്ഷേ ഗാംഗുലിക്കാണ് ഇന്ത്യൻ ടീമിൽ കടന്നു വരുവാനും ക്യാപ്റ്റൻ ആവാനൊക്കെ കഴിഞ്ഞത്. അപ്പോൾ അത്രയും ആ കാലം തൊട്ട് ഗാംഗുലിയായിട്ട് അറിയാം. അന്നൊക്കെ ഈ ഡോണയുമായിട്ടുള്ള ഒരു വിവാഹം തന്നെയും അല്പമൊക്കെ കുറേ എതിർപ്പുകളൊക്കെ നേരിട്ടുകൊണ്ടാണ് ആ വിവാഹം നടത്തിയത്. എല്ലാവർക്കും വായിച്ച പല റിപ്പോർട്ടുകളിൽ നിന്ന് അറിയാം. പക്ഷേ ഏറ്റവും കൂടുതൽ ഞാൻ ഡോണയെ ഏറ്റവും വിലമതിക്കുന്ന, അല്ലെങ്കിൽ അവരുടെ ബന്ധത്തെ ഏറ്റവും കൂടുതൽ ഞാൻ വിലമതിക്കുന്നതും, അതുപോലെ ഡോണ ഏറ്റവും കൂടുതൽ അഡ്ജസ്റ്റ് ചെയ്ത ഒരു കാലഘട്ടമുണ്ട്. അത് ഈ ഗാംഗുലി ടീമിൽ നിന്ന് ഡ്രോപ്പ് ചെയ്തപ്പോഴുള്ള കാലഘട്ടമല്ല ഞാൻ കാണുന്നത്. ഗാംഗുലി ഒരു കാലഘട്ടത്തിൽ പലവിധ ഗോസിപ്പുകളും
പലവിധ പ്രശ്നങ്ങളും ഒക്കെ ഗാംഗുലിയെക്കുറിച്ച് വളരെയധികം കേൾക്കുകയും അതെ, ഏറെക്കുറെ അത് അവരുടെ വിവാഹ ബന്ധം വരെ ആവുന്നൊരു കാലഘട്ടമുണ്ട്. ഒരു സിനിമാ താരവുമായിട്ട് ഗാംഗുലിക്ക് ഉണ്ടായി എന്ന് പറയപ്പെടുന്ന ഒരു 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 സംഭവത്തെ ആസ്പദമാക്കിയിട്ടാണ്. പക്ഷെ ആ സാധാരണഗതിയിൽ ഒരു സാധാരണ കുടുംബത്തിൽ പോലും അത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന ഒരു കാരണങ്ങളത്തെ അവരുടെ കുടുംബ ബന്ധങ്ങൾ അത് ഒരുപക്ഷെ ചിതുലമാവാൻ പോകുന്ന ആ സന്ദർഭത്തിൽ പോലും ഡോണ അത് വളരെയധികം ഈ കാര്യങ്ങളെ യഥാർത്ഥ രീതിയിൽ തന്നെ മനസ്സിലാക്കുകയും അവരുടെ ബന്ധങ്ങൾ ആ കുടുംബ ബന്ധത്തിൽ അത് യാതൊരുവിധ വിള്ളൽ ഉണ്ടാവാതിരിക്കുന്നതിന് ഇത്തരം റിപ്പോർട്ടുകളോ ഇത്തരം സംഭവങ്ങളോ അത് ചില അല്പമൊക്കെ അത് ഊതി വീർപ്പിച്ചിട്ടുള്ള റിപ്പോർട്ടുകളാണെങ്കിൽ പോലും അത് അല്പം സത്യാവസ്ഥ ഉണ്ടെന്നുള്ള സാഹചര്യങ്ങൾ സത്യാവസ്ഥയിലേക്ക് ചിലപ്പോഴൊക്കെ വിരൽ ചൂണ്ടുന്ന കാര്യങ്ങൾ ഉണ്ടെങ്കിൽ പോലും അതൊക്കെ മനസ്സിലാക്കി അതൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് ആ കുടുംബ ബന്ധത്തെ നിലനിർത്തിക്കൊണ്ട് ശരിയായ ഒരു മാതൃക ആയിട്ടുള്ള ഒരു 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 ദമ്പതിമാരായിട്ടുള്ള രീതിയിൽ കൊണ്ടുപോകുന്നതിന് ഉള്ള ഒരു സാക്രിഫൈസ് എന്ന് ഞാൻ പറയുന്നില്ല, അതിനുള്ളൊരു സന്നദ്ധ ഡോണയുടെ ഭാഗത്തുണ്ട്. ഡോണ നല്ലൊരു ഡാൻസറാണ്. ശരിക്കും പറഞ്ഞാൽ ഡാൻസിങ്ങിൽ കുറച്ചുകൂടി കേന്ദ്രീകരിച്ചിരുന്നെങ്കിൽ ഇന്ത്യയിൽ തന്നെ അറിയപ്പെടുന്ന ഒഡീസി നൃത്തത്തിൽ വളരെ ഇതായിട്ടുള്ള. പക്ഷേ അതിനുശേഷം കുടുംബ കാര്യങ്ങളിൽ ഗാംഗുലിയുടെ ക്രിക്കറ്റ് കാര്യങ്ങളിൽ മിക്കവാറും ഗാംഗുലി കളിക്കുന്ന സ്ഥലങ്ങളിലെല്ലാം കൊണ്ടുപോകും. അപ്പോഴൊക്കെ ഗാംഗുലിയുടെ ക്രിക്കറ്റ് കരിയറിൽ ഗാംഗുലിക്ക് ആവശ്യമായ ഉപദേശങ്ങൾ വരെ ഒരു മാച്ച് കഴിഞ്ഞാൽ ഗാംഗുലി കളിച്ച കാര്യങ്ങളെക്കുറിച്ച് വരെ ഡിസ്കഷൻ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഗാംഗുലിയും ഭാര്യയുടെ അഭിപ്രായത്തിന് ഏറ്റവും കൂടുതൽ വിലമതിച്ച ഒരാളാണ്. മറ്റാളുകൾ കളി മോശമാണെങ്കിൽ പോലും തിരക്കേടില്ല എന്ന് പറയുന്ന ആളുകൾ ഉള്ള സന്ദർഭത്തിൽ ഗാംഗുലിയുടെ ഭാര്യ അത് യഥാർത്ഥ രീതിയിൽ വിശകലനം ചെയ്തിട്ട് ഗാംഗുലിക്ക് അഭിപ്രായം പറയുന്ന ഒരു പതിവുണ്ടായിരുന്നു. അത് ഗാംഗുലി ഉൾക്കൊണ്ട് അങ്ങനെ എല്ലാ രീതിയിലും സച്ചിനും ഇത് തന്നെ അഞ്ജലി. അപ്പം രാഹുലും അതുപോലെ തന്നെ രാഹുലിൻ്റെ വിജേത രാഹുലിൻ്റെ വൈഫ് ഡോക്ടറാണ്, നാഗ്പൂർ ഉള്ള കുട്ടിയാണ്. അതിപ്പോൾ കല്യാണം കഴിഞ്ഞു. അപ്പോൾ ഇവർക്കൊക്കെ ഞാൻ പറഞ്ഞില്ലേ ഇവരുടെ എല്ലാം ഒരു പക്ഷേ ഇവരുടെയൊക്കെ ഈ സക്സസ് ഇവരുടെ ക്രിക്കറ്റ് ജീവിതത്തിലുള്ള സക്സസ്സിന് ഇവർക്ക് ഒരു അദൃശ്യമായിട്ടുള്ള രീതിയിലെങ്കിലും അവർക്ക് വേണ്ട എല്ലാ വിധത്തിലുള്ള ഹസ്തം നൽകുന്നതിന് ഇവരുടെ കുടുംബങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ചിലർക്ക് കല്യാണം കഴിയാത്ത ആളുകൾ ഇപ്പം സെവാഗ് ഇപ്പോൾ വിവാഹിതനായി. അതിനു മുമ്പ് തന്നെ സെവാഗിനെ സംബന്ധിച്ചോളം വരുന്ന സെവാഗ് ഒരു ഇടത്തരത്തിൽ താഴ്ന്ന ഒരു കുടുംബത്തിൽ നിന്നാണ്. ഞാൻ സെവാഗിൻ്റെ വീട് ഡൽഹിക്ക് പ്രാന്തപ്രദേശത്തുള്ള ഒരു സ്ഥലത്താണ്, നജോർഗാവ് എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പോൾ അവിടെ ഞാൻ വീട്ടിൽ പോയിട്ടുണ്ട്. അപ്പം ആ വീട്ടിൽ അമ്മയും അച്ഛനുമായിട്ടൊക്കെ പരിചയപ്പെടാൻ പറ്റിയിട്ടുണ്ട്. അന്നത്തെ കാലത്ത് തന്നെ ആ ഗ്രാമത്തിൽ നിന്നും വരുന്ന ഒരു ചെറിയ കളിക്കാരൻ അവർ ഇന്ത്യൻ ടീമിൽ വരുവാനും ഇന്ത്യൻ ടീമിൽ ഒരു പ്രതിഭാസമായിട്ടും ഇപ്പോഴും ഫാമൊക്കെ കുറച്ച് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ ക്രിക്കറ്റിന് പുറത്ത് നിന്ന് ക്രിക്കറ്റ് ആസ്വദിക്കുന്നവർ കേട്ടിട്ടുള്ളത് സെവാഗ് സൗത്ത് ആഫ്രിക്കയിലാവുമ്പോൾ നിരന്തരമായി പൂജകളിൽ ഏർപ്പെട്ടിരിക്കുന്ന അമ്മ, കൃത്യമായി ഇത്ര ലിറ്റർ പാല് കുടിച്ചിട്ട് കളിക്കളത്തിലേക്ക് പറഞ്ഞയക്കുന്ന ഒരു കൊച്ചുകുട്ടിയെ സ്കൂളിൽ അയക്കുന്ന പോലെ അയക്കുന്ന തരത്തിലുള്ള ഒരു അമ്മയുള്ള ധോണി എന്നൊക്കെയാണ്. ഇതൊക്കെ എത്ര ശരിയാണ് സാർ? കഥയാണോ കാര്യമാണോ? ഇതൊക്കെ ശരി തന്നെയാണ്, യാതൊരു സംശയവുമില്ല. ഈ കളിക്കാരും അവരും ഒരു ഏതെങ്കിലും ഒരു കുടുംബത്തിൻ്റെ അംഗമാണല്ലോ. അപ്പോൾ അവരെ പ്രോത്സാഹിപ്പിക്കുന്ന അവരെ എല്ലാ രീതിയിലും എൻകറേജ്മെൻറ്റ് കൊടുക്കുന്ന കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളൊക്കെ ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. പിന്നെ എല്ലാവരെക്കാളിലും കൂടുതൽ ഒരു കളിക്കാരൻ്റെ ഉയർച്ചയും താഴ്ചയും ഏറ്റവും കൂടുതൽ വളരെ ശ്രദ്ധയോടുകൂടി ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും ആദ്യം അവരുടെ കുടുംബാംഗങ്ങൾ തന്നെയായിരിക്കുമല്ലോ. അതുകൊണ്ടാണ് ഇവരുടെ സക്സസ്സിന് വേണ്ടിയിട്ട് പ്രാർത്ഥന പോലെയുള്ള കാര്യങ്ങൾ നടത്തുന്നതും കുടുംബാംഗങ്ങളായിരിക്കും. മാത്രമല്ല കളി പരാജയപ്പെട്ട വീട്ടിന് ഏറും കിട്ടുന്നുണ്ടല്ലോ. അതാണല്ലോ നമ്മുടെ നാട്ടിൽ ഇപ്പോഴും മനസ്സിലാക്കാൻ കഴിയുന്നൊരു ഘട്ടം. വിജയ പതാകയും ആയിട്ട് നിൽക്കുന്ന സന്ദർഭങ്ങളിൽ വാനോളം അല്ലെങ്കിൽ അതിനപ്പുറത്തേക്കും പുകഴ്ത്തി ഉയർത്തുകയും അത് എന്തെങ്കിലും അവരുടെ ഫോമിലോ അല്ലെങ്കിൽ പ്രകടനത്തിലോ എന്തെങ്കിലും കുറച്ചിൽ അതിൽ ചെറുതായിട്ട് അതിൽ അവർക്കൊരു താഴ്ച ഉണ്ടാകുമ്പോൾ അവരെ അങ്ങ് താഴെ തള്ളിയിട്ട് ഏതാണ്ട് ചവിട്ടുന്ന മട്ടിൽ ചവിട്ടുകയും ചെയ്യുന്ന ആ ഒരു പ്രവണത എന്തായാലും കായിക രംഗത്തിന് നല്ലതല്ല. ഇത് രണ്ടും നല്ലതല്ല. മറ്റത് വാനോളം പുകഴ്ത്തി അവർക്ക് ഉൾക്കൊള്ളാവുന്നതിൽ കൂടുതൽ അവരെ പുകഴ്ത്തുമ്പോൾ അവർ തന്നെ ചിലപ്പോൾ അവരുടെ സ്വയം നില മറന്ന് പലതും പറയുവാനോ പ്രവർത്തിക്കാനൊക്കെ അവർ അറിയാതെ അവരെ പ്രേരിതമായി പോകുന്നു. അതുപോലെ ഒരാൾക്ക് ഒരു വീഴ്ച ഉണ്ടാകുമ്പോൾ അതിനെ താങ്ങി നിർത്തേണ്ടത് അതുവരെ പിന്താങ്ങിയവരുടെ ചുമതലയാണ്. അത് മറക്കുന്നു. അപ്പോൾ അത് ശരിയല്ല. അത് ഒരു ശരിയായിട്ടുള്ള ഒരു പ്രവണതയല്ല എന്ന് മാത്രമാണ് എനിക്ക് പറയാൻ ആഗ്രഹിക്കുന്നത്. അത് കളിക്കാരെ സംബന്ധിച്ചോളം ആരെ സംബന്ധിച്ചോളം ഏതൊരു സാംസ്കാരിക പ്രവർത്തകരെ സംബന്ധിച്ചോളം സിനിമാക്കാരെ സംബന്ധിച്ചോളം എല്ലാവരുടെയും ജീവിതത്തിൽ അവരുടെ ജീവിത വിജയത്തിൽ ഉയർച്ചയും താഴ്ചയും ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്.
അപ്പം അങ്ങനെ സന്ദർഭങ്ങളിൽ വീഴ്ചയെ അത് വളരെ പരമദയനീയമായ വീഴ്ചയായി ചിത്രീകരിക്കാതെ ആ വീഴ്ചകളിൽ നിന്നും അവർ പൊങ്ങി വരും എന്നുള്ള രീതിയിൽ ആത്മവിശ്വാസം ഉണ്ടാക്കിയെടുക്കുന്നതിന് സഹായിക്കുന്ന രീതിയിലുള്ള അവരെ ഉള്ള ഒരു ഉപദേശവും അല്ലെങ്കിൽ വിമർശനവും ഒക്കെ ആകുന്നതിന് തെറ്റില്ല. അതുപോലെ തന്നെ ഒരാൾ ഒരു നേട്ടം വരുമ്പോൾ ആ നേട്ടത്തിന് അർഹിക്കുന്നതിൽ കൊട്ടിഘോഷിച്ചുകൊണ്ട് അത് വളരെ സ്വർഗതുല്യമായ നേട്ടമാണ്, ഇനി നേടാനൊന്നുമില്ല, എല്ലാം നേടിക്കഴിഞ്ഞു എന്നുള്ള രീതിയിൽ വരാൻ പാടില്ല. അതൊരു ബാലൻസ്ഡ് ആയിരിക്കണം. അതാണ് എല്ലാവർക്കും അതിൻ്റെ ശരിയായ രീതി മനസ്സിലാക്കി മുന്നേറാൻ സഹായിക്കുന്നത്. അത് തന്നെ